മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ജനുവരി മാസം 3200 വിതരണം ബാങ്ക് അക്കൗണ്ടിൽ പൂർത്തിയായി. ഇനി കൈകളിൽ വിതരണം 3-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാകും. മാത്രമല്ല, ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 3 മാസത്തെ പെൻഷൻ തുകയാണ്. കുടിശ്ശിക തുക 4800. അത് ഈ അടുത്ത സാമ്പത്തിക വർഷം, അതായത് വിഷുവിനും ഓണത്തിനും ആയിട്ട് വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് പുറത്തുവിട്ടു. പറഞ്ഞതിനും നേരത്തെ പെൻഷൻ തുക കുടിശ്ശിക എത്താനാണ് സാധ്യത. 2026 പോവില്ല, 25 തന്നെ കുടിശ്ശിക തുക പൂർണ്ണ അളവിൽ തന്നു തീർക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്തതോടൊപ്പം തന്നെ അടുത്ത ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. എന്നല്ല, ഈ വർഷത്തെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ആയിരിക്കും ഈ ഫെബ്രുവരി 17 നടക്കാൻ പോകുന്നത്. അതിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ ഉണ്ടാവും. ഒരു 2000-ലേക്ക് തുക എത്തിയാലും അത്ഭുതപ്പെടാനില്ല. കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് വരാൻ പോകുന്നത്. സന്തോഷ വാർത്തയാണ് ജനങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് എല്ലാ പെൻഷൻകാരെക്കാരും ഒരു 100-200 രൂപ അധികം സർക്കാർ നൽകിയേക്കാം. ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്തുകൊണ്ടും, അതുകൊണ്ട് കോവിഡ് സമയത്ത് ജനങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന സർക്കാരാണ് LDF സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് 2ാം ഭരണവും പിണറായി സർക്കാരിന് കിട്ടിയത്. അത് 3ാം വട്ടം പിടിച്ചെടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വമ്പിച്ച ആനുകൂല്യങ്ങളായിരിക്കും ഈ ബജറ്റിൽ വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക.